എല്ലാവർക്കും ഗുഡ് വൈബ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നെഗറ്റീവ് എനർജിയെക്കുറിച്ചാണ് കേട്ടോ. നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത് നമ്മുടെ മാനിഫെസ്റ്റേഷൻസ് ആയിക്കോട്ടെ, നമ്മുടെ ഫുൾ കാര്യങ്ങൾക്കും ഒരു തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യമാണ് നെഗറ്റീവ് എനർജി അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് നെഗറ്റീവ് എനർജിയാണോ അതറിയാനും, അതുപോലെ അങ്ങനെയാണെങ്കിൽ നിങ്ങളിൽ കാണുന്ന സയൻസ് നമുക്ക് എങ്ങനെ അത് കണ്ടുപിടിക്കാം, നമുക്കൊരുപാട് നെഗറ്റീവ് എനർജീസ് ഉണ്ടോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, അതുപോലെ തന്നെ അതിനെ എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നിന്ന് മാറ്റി നിർത്താം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് തന്നെ നെഗറ്റീവ് എനർജി നമുക്ക് ഫസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് എപ്പോഴും നെഗറ്റീവ് എനർജിയാണ് കൂടുതൽ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഹെൽത്ത് വൈസ് നമുക്ക് വളരെ ടയേർഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ. ഒന്നിനോടും ഒരു ശ്രദ്ധയോ ഒരു താല്പര്യമോ ഇല്ലാത്തൊരവസ്ഥ, വല്ലാത്ത മനസ്സിനൊരു ഭാരം, അല്ലെങ്കിൽ നമ്മൾ വളരെ സാഡായിട്ടിരിക്കുന്ന ഒരു രീതി. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. നമ്മുടെ മനസ്സിന് ഒരു സ്പോഞ്ച് പോലെ നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യാം. ഈ സ്പോഞ്ചിനൊരു പ്രത്യേകതയുണ്ടല്ലേ, നമ്മളതൊരു വെള്ളത്തിലാണ് കൊണ്ട് ഇടുന്നതെങ്കിൽ ആ വെള്ളത്തിന് വളരെ പെട്ടെന്ന് അത് അബ്സോർബ് ചെയ്യും. അതൊരു ഡസ്റ്റ് ആണെങ്കിലോ അതിനെയും അത് അബ്സോർബ് ചെയ്യും അല്ലേ. അതുപോലെ അതിനെ നമ്മൾ അഴുക്കുകളിലാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അതിനെയും അത് അബ്സോർബ് ചെയ്യും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പുറമേ ഇറങ്ങുമ്പോൾ, പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ പലതരം ആൾക്കാരുമായിട്ടാണല്ലേ നമ്മൾ ഇടപഴകാറുള്ളത്. അപ്പോൾ അവരുടെ എനർജീസ് എല്ലാം നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് വളരെ പെട്ടെന്ന് അബ്സോർവ് ചെയ്യും കേട്ടോ. അതിൽ പോസിറ്റീവ് ആണെങ്കിൽ അങ്ങനെ, നെഗറ്റീവ് ആണെങ്കിൽ അങ്ങനെ. അതാണ് അതിലുള്ളൊരു പ്രത്യേകത. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ വളരെ പോസിറ്റീവ് ആണെങ്കിൽ, അവരുടെ സംസാരം വളരെ പോസിറ്റീവ് ആണെങ്കിൽ നമ്മളിലേക്കും അത് വേഗത്തിൽ ആകർഷിക്കപ്പെടും. ഇനി ആ ആൾ വളരെ നെഗറ്റീവ് ആണെങ്കിലോ അതും നമ്മളെ വളരെ ബാഡായിട്ട് എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും. ഇനി ഞാൻ ഈ പറയുന്ന കുറച്ച് സയൻസ് എന്ന് വെച്ചാൽ കുറച്ച് സിംറ്റംസ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. എങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് എനർജീസ് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നമുക്ക് എപ്പോഴും ഒരു ടയർഡ്നെസ് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് റെസ്റ്റ് എടുക്കണം എന്നുള്ളൊരു ചിന്ത അമിതമായിട്ട് നമുക്ക് തോന്നും കേട്ടോ. ചില കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കണമെന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ ബോഡി അതിന് വഴങ്ങാത്തൊരവസ്ഥ, അങ്ങനെ ഒരു ഫീൽ നിങ്ങൾക്കുണ്ടാകാം. അല്ലെങ്കിൽ ഒരു കാരണവുമില്ലാതെ വെറുതെ നെഗറ്റിവിറ്റി കൂടുതലായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുക, ഒരു ഡേ ഫുള്ള് വെറുതെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ പെട്ടെന്നൊരു വല്ലാത്തൊരു തലവേദന നമുക്ക് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ബോഡി ആകെ നമുക്ക് വളരെ ഭാരം, മനസ്സിനൊക്കെ വളരെ ഭാരം തോന്നുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാം. പിന്നെ നമുക്ക് ചില ആൾക്കാരെ നമുക്ക് അങ്ങോട്ട് എന്ന് വെച്ചാൽ അവർ പണ്ട് നമ്മളോട് എന്തെങ്കിലും മോശമായി പെരുമാറിയിരിക്കാം, സംസാരത്തിലോ അങ്ങനെ എന്തെങ്കിലും മോശം, അന്ന് നമ്മളത് മറന്നതുമായിരിക്കാം. പക്ഷെ പെട്ടെന്ന് അവരെ കാണുമ്പോൾ ആ ഒരു കാര്യം ഓർമ്മ വരിക, അവരോട് അനാവശ്യമായിട്ട് നമുക്കൊരു വൈരാഗ്യം ഫീൽ ചെയ്യുക, അവരെ മാറ്റി നിർത്തണമെന്നൊരു തോന്നലുണ്ടാകുക. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് വിഷമം വരും. ചെറിയൊരു കാര്യമായിക്കോട്ടെ പെട്ടെന്ന് വിഷമം വരും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഫാമിലി മെമ്പേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും ചെറുതായിട്ടൊന്ന് സൗണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ, ഒരു ഒച്ച ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് വല്ലാതെ അങ്ങ് ഇറിറ്റേറ്റഡ് ആകുന്ന ഒരവസ്ഥ, എപ്പോഴും തനിയെ നമുക്ക് ഒന്ന് തനിച്ചിരിക്കണം എന്നുള്ളൊരവസ്ഥ, ഒരു ഫീൽ നമുക്കുണ്ടാകുക. അല്ലെങ്കിൽ പണ്ട് എപ്പോഴോ നടന്നു പോയൊരു കാര്യത്തിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് ഒരുപാട് അങ്ങ് കരയാൻ തോന്നുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിച്ച് ദേഷ്യപ്പെടുക, ആർഗ്യുമെൻറ്റ്സ് ഉണ്ടാവുക, അങ്ങനെയൊക്കെ വരുന്നത് നമ്മൾ ഒരുപാട് പോസിറ്റീവിനേക്കാൾ നെഗറ്റീവ് എനർജി വളരെയധികം ആകർഷിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ചുറ്റും ഒരു എനർജി ബബിളുണ്ട്, എനർജി പ്രൊട്ടക്ഷൻ, ഓറ എന്ന് പറയുന്ന ഒരു എനർജി പ്രൊട്ടക്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ മറ്റൊരാളുടെ എനർജി നമ്മുടെ എനർജിയേക്കാൾ സ്ട്രോങ് ആവുകയാണെങ്കിൽ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ, അയാൾ പോസിറ്റിവിറ്റി ആയിക്കോട്ടെ നെഗറ്റിവിറ്റി ആയിക്കോട്ടെ നമ്മളിലും കൂടുതൽ, അയാൾ ഒരുപാട് നെഗറ്റീവും നമ്മൾ പോസിറ്റീവായിരുന്നാലും നമ്മുടെ പോസിറ്റിവിറ്റി ഒരു പെർസെൻറ്റേജ് കുറവാണെങ്കിൽ അയാളിലുള്ള നെഗറ്റീവ് എനർജി വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഓറയെ അഫക്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, രാവിലെ എഴുന്നേറ്റ ഉടൻ നിങ്ങൾ മൊബൈൽ എടുത്ത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അതുപോലുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യരുത്. കാരണം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മൾക്ക് നല്ല ദിവസമാണെങ്കിൽ നമ്മൾ കാണുന്ന കാര്യങ്ങളും അത് നല്ലതായിരിക്കും. ഇനി നമ്മൾ അഥവാ അത് ആദ്യം തുറക്കുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് വളരെ ബാഡ് ന്യൂസ് ആയിക്കോട്ടെ, ആ ബാഡ് ന്യൂസ് നമ്മളങ്ങ് വായിച്ചു പോകും കേട്ടോ. പക്ഷേ രാവിലെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ആക്റ്റീവായിരിക്കും. ഈ ബാഡ് ന്യൂസ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകും, സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകും. പിന്നെ നമ്മൾ ചിന്തിക്കുന്നത് ഫുള്ളും നമ്മുടെ ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്ത് അതുപോലത്തുള്ള നെഗറ്റിവിറ്റീസ് ആയിരിക്കും. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ പോസിറ്റീവ് അഫർമേഷൻസ് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞ് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ അതങ്ങ് പതിയും. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് സോഷ്യൽ മീഡിയ പോലുള്ള സംഭവങ്ങൾ സെർച്ച് ചെയ്യാൻ പോകരുത്. ഇനി നമുക്ക് ഈ നെഗറ്റിവിറ്റിയെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നുകിൽ നമ്മളിപ്പോൾ പുറത്ത് പോയിട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ലക്ഷണങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ
കല്ലുപ്പ് എടുക്കുക കേട്ടോ. റോക്ക് സോൾട്ട്, കല്ലുപ്പ് നെഗറ്റിവിറ്റിയെ വളരെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യാൻ കഴിവുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പാത്രം, ഒരു ബൗളിൽ വെള്ളം എടുക്കുക, അതിൽ കുറച്ച് കല്ലുപ്പിട്ട് വയ്ക്കുക. അതിനുശേഷം അത് നന്നായിട്ട് അലിഞ്ഞതിന് ശേഷം അതിൽ കൈയും മുഖവും കഴുകുക. കഴുകുന്ന സമയത്ത് മനസ്സിൽ ഓർക്കേണ്ടത്, ഇതിലൂടെ എൻ്റെ എല്ലാ നെഗറ്റീവ് എനർജീസും ഇതിലൂടെ ഞാൻ മോചിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ മനസ്സിൽ സങ്കല്പിച്ച് വേണം കൈ കഴുകാനും മുഖം കഴുകാനും. ഇനി അതും പറ്റിയില്ലെങ്കിൽ കുറച്ച് കല്ലുപ്പെടുത്ത് നമ്മുടെ കൈയുടെ സെൻറ്റർ പോർഷൻ, ഉള്ളം കൈയിൽ വയ്ക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കഴുകുക കേട്ടോ. ഉള്ളം കൈ, രണ്ട് കൈയും നന്നായിട്ടൊന്ന് കഴുകുക. ചിലർ ഈ സോൾട്ടിനെ തന്നെ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ കുറച്ചിട്ട് സോൾട്ട് ബാത്ത് എടുക്കാറുണ്ട് ഒരു 1 വീക്കിലൊരിക്കലൊക്കെ. അപ്പോൾ എങ്ങനെ നിങ്ങൾ റോക്ക് സോൾട്ട് ഉപയോഗിച്ചാലും കല്ലുപ്പ് ഉപയോഗിച്ചാലും പൊടിയുപ്പ് എടുക്കരുത്, കല്ലുപ്പ് തന്നെ എടുക്കുക. നിങ്ങൾക്ക് വളരെ ബെറ്റർ റിസൾട്ട് ഉണ്ടാകും. പെട്ടെന്നുള്ള ടയേർഡ്നെസ്സോ എന്തെങ്കിലുമൊക്കെ ഒരു മടിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വിട്ടുമാറും കേട്ടോ. നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറും. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, സ്വസ്ഥമായിട്ടിരുന്നിട്ട് ഒരു 3ഓ 5ഓ ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ശ്വാസം പതിയെ ഉള്ളിലേക്ക് എടുക്കുക, അതോടൊപ്പം റിലീസ് ചെയ്യുക കേട്ടോ. നന്നായിട്ടൊന്ന് ബ്രീത്തിങ് എക്സസൈസ് ഒന്ന് ചെയ്യുക. അത് നമ്മുടെ ബോഡിയും മൈൻഡും ഒക്കെ വളരെ റിലാക്സ്ഡ് ആകും ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ. ശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് പോസിറ്റീവ് അഫർമേഷൻസ് യൂസ് ചെയ്യാം. എങ്ങനെയാണ്? ഞാൻ എൻ്റെ ശരീരത്തിലെ എല്ലാ നെഗറ്റീവ് എനർജീസിനെയും ഇവിടെ ഉപേക്ഷിക്കുന്നു. ഇപ്പോൾ ഞാൻ വളരെ സ്വസ്ഥനും എനിക്ക് വല്ലാത്തൊരു സംരക്ഷണവും ഞാൻ അനുഭവിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള പോസിറ്റീവ് വേർഡ്സ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ ബോഡി പ്രൊട്ടക്റ്റ് ആവണം, മൈൻഡ് പ്രൊട്ടക്റ്റഡ് ആവണം, സന്തോഷമായിരിക്കണം, സമാധാനമായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവ് അഫർമേഷനായിട്ട് നിങ്ങൾ പറയുക. അതുപോലെ നല്ലൊരു മണമുള്ള ഒരു പെർഫ്യൂം ഉണ്ടെങ്കിൽ അതിനൊന്ന് നമുക്ക് സ്മെൽ ചെയ്യാം. കാരണം ഈ അരോമ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നത് നമ്മുടെ മൈൻഡിന് വളരെ റിലാക്സിങ് ആയിരിക്കും. അപ്പോൾ നല്ലൊരു ഫ്രഷ് ഒരു സ്മെല്ല്, അല്ലെങ്കിൽ നമ്മളൊരു തിരി കത്തിച്ച് വയ്ക്കാം, നല്ല മണമുള്ള ഒരു തിരിയാണെങ്കിൽ കൂടിയും നമ്മുടെ മൈൻഡ് വളരെ റിലാക്സ്ഡ് ആവും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 1 വീക്ക് ഒരിക്കലെങ്കിലും ചെയ്യുക. അതുപോലെ നമ്മൾ അഡീഷണൽ നമ്മുടെ ഓറ നമ്മളെപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിന് വേറൊന്നുമല്ല, നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ഒരു 5 മിനിറ്റോ എപ്പോഴെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് ചിന്തിക്കുക, എൻ്റെ ശരീരം ഒരു എനർജി ബബിൾ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്, അതിലെപ്പോഴും ഒരു ഗോൾഡൻ ലൈറ്റ് പതിക്കുകയും ആ ഒരു എനർജി ഫീൽഡിനെ വളരെ ശക്തമാക്കി യൂണിവേഴ്സ് വയ്ക്കുന്നുണ്ടെന്ന് ഒരു 2 മിനിറ്റ് ആയിക്കോട്ടെ, ഒരു 3 മിനിറ്റ് ആയിക്കോട്ടെ, മനസ്സിലൊന്ന് പറഞ്ഞെങ്കിലും ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. അതുപോലെ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ വളരെ നെഗറ്റീവ് ആണെങ്കിൽ അയാളെ ഒഴിവാക്കാൻ, ആ സംസാരം കോൺവെർസേഷൻ മതിയാക്കി അവിടെ നിന്ന് നിങ്ങൾക്ക് മാറാൻ സാധിച്ചാൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ അയാൾ പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, അധികം അങ്ങോട്ട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എടുക്കാതിരിക്കുക. ചിലർ എപ്പോഴും നെഗറ്റീവായിരിക്കും പറയുന്നത്. അപ്പോൾ അവരുടെ സംഭാഷണങ്ങൾ കഴിവതും എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു പരിധി വരെയെങ്കിലും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഗോസിപ്സുകളായിക്കോട്ടെ, കംപ്ലയിൻസുകളായിക്കോട്ടെ, ഇത് നിങ്ങളും പറയാതിരിക്കുക. മറ്റുള്ളവർ പറയുന്നതിനെ കേട്ട് പ്രോത്സാഹിപ്പിക്കാതിരിക്കുക കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുക. എപ്പോഴും ചിന്തിക്കുക, നമുക്ക് ചുറ്റും ഒരു എനർജി ബബിളുണ്ട്, അതിനെ നമ്മൾ തന്നെ സംരക്ഷിക്കണം. കഴിവതും ഞാൻ നെഗറ്റിവിറ്റീസിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കും എന്ന് വിശ്വസിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഓറ വളരെ ശക്തമാകും. നെഗറ്റീവ് എനർജീസ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല, അടുത്തോട്ട് വരില്ല. എപ്പോഴും നമ്മൾ പ്രകൃതിയുമായി കുറച്ച് സമയമെങ്കിലും ചിലവഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതും നമ്മുടെ മൈൻഡിന് വളരെ നല്ലതാണ്. കഴിവതും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഗ്രാറ്റിറ്റ്യൂഡ് അഫർമേഷൻസ് പറയുക. പോസിറ്റീവായിട്ടുള്ള ആൾക്കാരുമായി കൂടുതൽ സമയം ഇടപഴകാൻ നോക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നെഗറ്റിവിറ്റീസ് അബ്സോർബ് ചെയ്യുന്നത് കുറയുകയും പോസിറ്റിവിറ്റി നമ്മളിൽ തന്നെ ഒരുപാട് വളരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ട്രൈ ചെയ്യുക. നമ്മുടെ ഓറ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആണെന്ന് വിശ്വസിക്കുക കേട്ടോ. ഈ സോൾട്ടിൻ്റെ കാര്യം ഒന്ന് ചെയ്ത് നോക്കുക. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു എഫക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ എന്നെ ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.